ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കായി കണ്ണീർ വാർക്കുന്ന CPM കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പ് പുറത്ത്. 2022 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പിണറായി സർക്കാരാണ്. അന്ന് ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടും പ്രതികരിക്കാൻ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നേതൃത്വം തയ്യാറായതുമില്ല. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് നോക്കി മുതലക്കണ്ണീരൊഴുക്കുകയാണ് ഇടതും വലതും. പക്ഷേ 2022 സംഭവിച്ചത് എന്താണ് എന്നോർത്തു നോക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യവുമാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതുകൊണ്ടൊരു ഗിമ്മിക്സ്, അതുകൊണ്ടാണ് ഈ ചേർത്തുപിടിക്കൽ ശ്രമം നടക്കുന്നത്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇടത് വലത് മുന്നണികളുടെ വിഷയത്തിൽ ഇരട്ടത്താപ്പ് അങ്ങനെ മറനീക്കി പുറത്തു വരുന്നുണ്ട്. അത് പലരും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. 2022 ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ തൃശ്ശൂരിലെത്തിയ 2 കന്യാസ്ത്രീകളെ അന്ന് തൃശ്ശൂർ പോലീസ്, അതായത് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അത് സമാനമായ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് തൃശ്ശൂർ സെഷൻസ് കോടതിയിലേക്ക് കേസ് ഒക്കെ എത്തി, തെളിവുകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അന്ന് ആ കേസ് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ കേരളം ഭരിക്കുന്നത് ഇടത് സർക്കാരാണ്, പിണറായി സർക്കാരാണ്. ഒരക്ഷരം മിണ്ടാൻ അന്നത്തെ കോൺഗ്രസ് തയ്യാറായില്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് പ്രചരണം നടത്താനോ ഒന്നും തന്നെ അന്ന് ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സമാനമായ വിഷയം തന്നെയാണ് ഇപ്പോൾ 2025 ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അവിടെ നടന്ന സംഭവത്തെ ഒരു വക്രീകരിക്കാൻ, അല്ലെങ്കിൽ അതിനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് സമ്മതിക്കാനോ, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കണോ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറാകുന്നില്ല. പകരം അവിടെ ഭരിക്കുന്ന BJPയെ കുറ്റം പറയാൻ, അവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറയാൻ, ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാക്കാൻ മാത്രമാണ് ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ 2 മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കേരളത്തിൽ. കൂടാതെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം ചേർക്കുക, ഒരു വോട്ട് പ്രീണനം നടത്തുക, രാഷ്ട്രീയ പ്രീണനം നടത്തുക എന്നത് മാത്രമാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് ഈ 2 സംഭവങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, 2021 സമാനമായി തന്നെ കോൺഗ്രസ് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാതിരിയെയും ഒപ്പം തന്നെ 3 പാസ്റ്റർമാരെയും സമാനമായ മനുഷ്യക്കടത്ത് വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഈ പറയുന്ന ആരും തന്നെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എന്ന അതിലൊരു വിഷയത്തിൽ ഇടപെട്ടില്ല. ഒപ്പം തന്നെ അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ആ വിഷയത്തിൽ ഒരു രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല. ഇന്നിപ്പോൾ 2025 എത്തുമ്പോൾ അവിടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് ഇതേ കോൺഗ്രസ് ആണ്, ഇതേ CPM ആണ്. CPM നേതാക്കൾ ജയിലിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയമായി നടത്തുന്നു. കൂടാതെ തന്നെ ഇന്നിപ്പോൾ റോജി M. ജോൺ, കോൺഗ്രസിന്റെ MLA, അദ്ദേഹം അവർക്ക് വേണ്ടി കോടതിയിലേക്ക് പോവുകയാണ്, ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ കേന്ദ്രമാക്കി, വിഷയമാക്കി ഈ സംഭവത്തെ മാറ്റുകയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് ക്രൈസ്തവ സഭ നടത്തിയിരുന്നു. കൂടാതെ തന്നെ ഹാഷ്ടാഗ് പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തുന്നു. BJPയെ ആക്രമിക്കാൻ, BJPയുടെ ഭാഗത്ത് തെറ്റുകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ ആദ്യം പ്രതികരിച്ച രാഷ്ട്രീയ കക്ഷി BJPയാണ്. BJPയുടെ മുതിർന്ന നേതാക്കന്മാർ ഛത്തീസ്ഗഡിലേക്ക് പോയി. ഒപ്പം തന്നെ BJPയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഛത്തീസ്ഗഡിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രിയുമായിട്ടൊക്കെ കണ്ട് സംസാരിക്കുകയും അതിലെ നിജസ്ഥിതികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടപടികളും ഒക്കെ ആരംഭിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും അതിനെ സഭ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അന്ന് 2021 കേരളത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ 2 കന്യാസ്ത്രീകളെ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ പിണറായി പോലീസ് സമാനമായ മനുഷ്യക്കടത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിലടയ്ക്കുമ്പോൾ അന്ന് ഈ സഭാ നേതൃത്വം ഒന്നും മിണ്ടിയില്ല. ഒരു ക്രൈസ്തവ സഭകളും ഒരു പ്രതിഷേധ മാർച്ചുമായി നിരത്തിലിറങ്ങിയില്ല, മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയില്ല. പ്രതിപക്ഷ നേതാവുമായി കൈകോർത്തുകൊണ്ട് ഇതിലൊരു നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നതുമില്ല. അങ്ങനെ അന്ന് നടത്തിയ അല്ലെങ്കിൽ അന്നത്തെ ആ ശ്രമങ്ങൾ മറ്റൊരു രീതിയിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ BJPയെ തെറ്റുസ്ഥാനത്ത് നിർത്താൻ അല്ലെങ്കിൽ കുറ്റക്കാരനായി നിർത്താൻ ചാപ്പകുത്താനുള്ള ശ്രമം സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ക്രിസ്മസും ഒപ്പം തന്നെ ഈസ്റ്ററൊക്കെ ആകുമ്പോൾ BJP നടത്തുന്ന ചില ഇടപെടൽ
ഇടപെടൽ, ഒപ്പം തന്നെ ഇവരുടെ വീടുകളിൽ പോകുന്നു, ക്രൈസ്തവ സഭകളിലൊക്കെ പോകുന്നു, അവരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണമൊക്കെ, അതിനെയൊക്കെ തിരിച്ചടിച്ചുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ രീതിയിൽ വിമർശനം BJPക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ആ BJPക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർ ഈ 2021 സാഹചര്യങ്ങൾ കൂടി, കേരളത്തിലെ സാഹചര്യവും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലുണ്ടായ സാഹചര്യം പരിശോധിച്ച് വേണം ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എന്നുള്ളൊരു വിമർശനം, ഒപ്പം തന്നെ അത്തരത്തിലൊരു ആവശ്യമൊക്കെ ഇപ്പോൾ സജീവമാകുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം കോൺഗ്രസ് വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയമാക്കാൻ, ആയുധമാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. സമാനമായി തന്നെ CPM-ഉം അതിൽ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വേണം. പിണറായി സർക്കാർ അന്ന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സാഹചര്യം എന്താണ് എന്ന് പറയാതെ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനെ കേന്ദ്രമാക്കി കേരളം മാറ്റുകയാണ്. അതിൽ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു. അത് BJPയെ ഒറ്റപ്പെടുത്താൻ, ഒപ്പം തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ആക്കാനുള്ള നീക്കമാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. കൃഷ്ണരാജ്.